കൊടുങ്ങല്ലൂർ അഴീക്കോട് മധ്യവയസ്കന് നേരെ സദാചാര ഗുണ്ടാക്രമണം. മേനോൻ ബസാർ സ്വദേശി സലാമാണ് ആക്രമണത്തിന് ഇരയായത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് വിവസ്ത്രനാക്കി ഇയാളെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. അബ്ദുൽ സലാം അല്ലേ? ഇല്ല, ഒരു സലാം. ഇന്നലെ 9:30 മണിയോട് കൂടിയാണ് ഈ പ്രശ്നം ഉണ്ടായത്. വട്ടത്തറ ബാബു എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വേറെ വകുപ്പ് മാറി. 5-8 ഗ്രാമങ്ങൾ വന്ന് ഇരുമ്പടിയും പണ്ടാറും ഒക്കെ ആയിട്ട് കണ്ടു കുടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവരെപ്പോഴും ഇത് തന്നെയാണ് അവിടെ പാട്. കണ്ടുപിടിക്കലും ആളിലായിട്ട് ആരെങ്കിലൊക്കെ ആയിട്ട് വെക്കട്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റക്കെന്നുള്ള നിലക്കാണ് നമ്മളെ വെക്കിട്ടി അയക്കണം. ഇതിന്റെ ഭവിഷ്യത്ത് അവർക്ക് എന്താണെങ്കിലും തിരിച്ചറിയണം. നമുക്ക് പിന്നെ കണ്ടവൻ തന്നെ കണ്ടു പൊടിക്കടിച്ച് എൻ്റെ പല്ല് പോയിട്ടുണ്ട്, 3 പല്ല് പോയിട്ടുണ്ട്. വളരെ പ്രശ്നമില്ലാതെ ഇപ്പോൾ നിൽക്കണം. ഒരുപാട് തല്ലിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പരിഹാരം കാണും. അത് നമ്മുടെ ഒരു വൈരേഖ. ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി CG ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, എന്താണ് സംഭവിച്ചത്? സോമി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിലൊരു ആക്രമണം, വടക്കേ ഇന്ത്യൻ മോഡലിലുള്ള ഒരു ആക്രമണം കേരളത്തിലും അതും കൊടുങ്ങല്ലൂർ ഉണ്ടായിരിക്കുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് പുറത്ത് വരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു സംഘം ആളുകൾ കൊടുങ്ങല്ലൂർ മേനോൻ ബസാർ സ്വദേശിയായ സലാം എന്ന മധ്യവയസ്കനെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ടു ആരോപിച്ചാണ് ഒരു സംഘം ആളുകൾ തടഞ്ഞു വെക്കുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തത്. മർദ്ദനത്തിനിടയിൽ സലാമിനെ നഗ്നനാക്കുകയും അതോടൊപ്പം വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് മർദ്ദനത്തിനിടയിൽ സലാമിൻ്റെ നഗ്ന ഫോട്ടോകൾ മറ്റും എടുക്കുകയും ഇവ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു സംഭവത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും സലാമിന് വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു. നാട്ടുകാരുടെ ഈ സദാചാര പോലീസിൻ്റെ ആക്രമണത്തിൽ വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നു. ദേഹമാസകലം പരിക്ക് പറ്റിയ സലാമിനെ കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സലാമിൻ്റെ പല്ലുകൾ പോലും തകരുന്ന തരത്തിലുള്ള മർദ്ദനമാണ് സലാമിന് ഏൽക്കേണ്ടി വന്നത്. കൊടിയ മർദ്ദനമേറ്റ സലാം ആവശ്യ നിലയിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഒരു വലിയ സംഘം തന്നെയായിരുന്നു. രാത്രിയിൽ സംശയകരമായ സാഹചര്യത്തിൽ സലാമിനെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു സംഘം ആളുകളാണ് ഇത്തരത്തിൽ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താൻ ഇപ്പോൾ പോലീസിന് സാധിച്ചിട്ടില്ല. അത്തരത്തിൽ ആരൊക്കെയാണ് സംഘം ചേർന്ന് എത്തിയതെന്നും സലാമിനെ മർദ്ദിച്ചതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ ഒരു പരിക്കുകളോടെയാണ് ഇപ്പോൾ സലാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോമി, ദിൽജിത്ത്, ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു മധ്യവയസ്കനെ പോസ്റ്റിൽ കെട്ടിയിട്ട് നഗ്നനാക്കി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ആക്രമണത്തെക്കുറിച്ച് സലാം എന്താണ് പറയുന്നത്? സോമി, സംശയകരമായ സാഹചര്യത്തിൽ കണ്ടു എന്നൊരു കാരണത്താൽ മാത്രമാണ് ഇത്തരം ഒരു പറ്റം ആളുകൾ സംഘം ചേർന്ന് വന്ന് സലാമിനെ തടഞ്ഞ് നിർത്തുകയും ആക്രമിക്കാൻ തുടങ്ങിയതുമെന്നുമാണ് സലാമിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സലാം പറയുന്ന വിശദീകരണങ്ങളിൽ അവർ തൃപ്തരാകുന്നില്ല. സലാം എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിരുന്നെങ്കിലും ആ സമയത്ത് സലാമിൻ്റെ മറുപടികളൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാകാതെ ഇത്തരത്തിൽ സ്ഥിരമായി കാണാനിടയാകാത്ത അല്ലെങ്കിൽ കാണരുതാത്ത സാഹചര്യങ്ങളിൽ വെച്ച് സലാമിനെ കാണാറുണ്ടായിരുന്നു എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സംഘം ആളുകൾ സലാമിനെ കടന്ന് ആക്രമിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നീങ്ങിയത്. തുടർന്ന് കൊടിയ മർദ്ദനം നടക്കുമ്പോഴും നാട്ടുകാരിലാരും തന്നെ ഇദ്ദേഹത്തെ രക്ഷിക്കാനോ അല്ലെങ്കിൽ മർദ്ദനം തടയാനോ തന്നെ മുമ്പോട്ട് വന്നിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂരമായ മർദ്ദനം സോമി സൂചിപ്പിച്ചതുപോലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കേട്ടുകേൾവിയുള്ള തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ വൈകിട്ട്
ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ വലിയ പരിക്കുകൾ, അതും നമുക്ക് സലാമിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സലാമിൻ്റെ മുഖത്ത് തന്നെ നമുക്ക് കാണാം, സലാമിൻ്റെ പല്ലുകൾ ഉൾപ്പെടെ അടർന്നു പോകുന്ന തരത്തിലുള്ള വലിയ മർദ്ദനം ഉണ്ടായിരിക്കുന്നു. കനത്ത പരിക്കുകൾ, ശരീരമാസകലം ഏറ്റിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ പരിക്കുകളേക്കാവുന്ന തരത്തിൽ ഒരു സംഘടിതമായ ആക്രമണമാണ്, ഒരു കാടത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ, സലാമിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതോടൊപ്പം മറ്റൊരു സംഭവം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മർദ്ദനത്തിനിടയിൽ നഗ്നനാക്കുകയും പോസ്റ്റിൽ കെട്ടിയിടുകയും ചെയ്ത ശേഷം ഈ ആളുകളെല്ലാം തന്നെ സംഘമായി ചേർന്ന് സലാമിൻ്റെ ഫോട്ടോകൾ എടുത്താലും നഗ്നമായ വേഷത്തിൽ തന്നെ ഫോട്ടോകൾ എടുത്ത് വാട്സപ്പിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി വന്ന ആളെ തങ്ങൾ പിടികൂടി എന്നതടക്കമുള്ള കുറിപ്പിനൊപ്പമാണ് ഈ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ, വാട്സപ്പ്, ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും തുടർന്ന് സലാമിൽ നിന്ന് ഇത്തരത്തിൽ വലിയ ഒരു മർദ്ദനം നടന്നുവെന്നും അത് ഇത്തരത്തിലൊരു കാരണത്തിൻ്റെ പേരിലാണ് എന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പരിക്കേറ്റിരിക്കുന്ന സലാമിനെ ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സോമി, തീർച്ചയായിട്ടും ദിൽജിത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ പരിക്കേറ്റ സലാമിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോയതിനു ശേഷം തിരികെ എത്താം. അബ്ദുൽ സലാം അല്ലേ? ഇല്ല, ഒരു സലാം. ഇന്നലെ 9:30 മണിയോട് കൂടിയാണ് ഈ പ്രശ്നം ഉണ്ടായത്. വട്ടത്തറ ബാബു എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വേറെ വകുപ്പ് മാറി. 5-8 ഗ്രാമങ്ങൾ വന്ന് ഇരുമ്പടിയും പണ്ടാറും ഒക്കെ ആയിട്ട് കള്ളു കുടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവരെപ്പോഴും ഇത് തന്നെയാണ് അവിടെ പാട്, കള്ളു കുടിക്കലും ആളിലായിട്ട് ആരെങ്കിലൊക്കെ ആയിട്ടും വെക്കട്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റക്കെന്നുള്ള നിലക്കാണ് നമ്മളെ വെക്കിട്ടേക്കണം. ഇതിൻ്റെ ഭവിഷ്യത്ത് അവർക്ക് എന്താണെങ്കിലും തിരിച്ചറിയാം. നമുക്ക് അവരെന്നെ കണ്ടവന്നില്ലേ, നല്ലൊരു മുടിക്കടിച്ച് എൻ്റെ പല്ല് പോയിട്ടുണ്ട്, 3 പല്ല് പോയിട്ടുണ്ട്. വളരെ പ്രശ്നമില്ലാണ് ഇപ്പോൾ നിൽക്കണം. പിടിച്ച് ഒരുപാട് തല്ലിയിട്ടുണ്ട് അവർ. അപ്പം അത് നമുക്ക് പരിഹാരം കാണും. അത് നമ്മുടെ ഒരു വൈരേഖ. സലാമിന്റെ വാക്കുകളാണ് കേട്ടത്. വീണ്ടും ദിൽജിത്തിലേക്ക് തന്നെ പോകുന്നു. ദിൽജിത്ത്, ഇത്തരത്തിൽ സദാചാര ഗുണ്ട ആക്രമണത്തിന് ഇരയാകുമ്പോൾ സലാം ഒറ്റയ്ക്കായിരുന്നു. എന്താണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്? സോബി, സലാം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. അത് തന്നെയാണ് സലാം നമ്മളോട് പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കുന്നത്. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ തങ്ങളോട് തന്നെ മുൻവൈരാഗ്യമൊന്നുമില്ലാതെ തന്നെ തങ്ങളോട് പരിചിതമായ ആളുകൾ തന്നെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും സലാം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പരിചിതമായ ആളുകൾ പോലും ഉണ്ടായിട്ടും മനഃപൂർവ്വം ഇത്തരത്തിൽ കുറ്റം ആരോപിച്ച് സംഘടിതമായ ഒരു ആക്രമണം നടത്തുന്നു. അതിൽ ഇപ്പോൾ കണ്ടതുപോലെ തന്നെ സലാമിൻ്റെ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള മർദ്ദനം ഉണ്ടാകുന്നു. ശരീരമാസകലം പരിക്കേൽക്കുന്ന മർദ്ദനം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഒരു സംഭവം, ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടാകാൻ അടിസ്ഥാനമാകുന്ന തരത്തിൽ യാതൊരു സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് സലാം വ്യക്തമാക്കുന്നുണ്ട്. ഒറ്റയ്ക്കായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൂടെ സംഘടിതമായ ആക്രമണം ഉണ്ടായതെന്നും സലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം മുൻ വൈരാഗ്യമോ ഒന്നും ഇല്ലാതെ തന്നെ പരിചയമുള്ള ആളുകൾ, സലാം ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ആളിൻ്റെ പേരുൾപ്പെടെ ഇവിടെ പറയുന്നുണ്ട്. ബാബു എന്ന ആളാണ് തന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. തുടർന്നാണ് മറ്റ് ആളുകൾ എത്തിച്ചേരുകയും അവിടെ നിന്ന് മർദ്ദനം ആരംഭിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് നഗ്നനാക്കുകയും വൈദ്യുത പോസ്റ്റിൽ കെട്ടിയിടുകയും അടക്കമുള്ള കാടത്തപരമായ നടപടികളിലേക്ക് നീങ്ങുന്നത് പിന്നീടാണ്. തുടർന്ന് ആണ് ഈ വടക്കേ ഇന്ത്യയിൽ മാത്രം കാണുന്ന തരത്തിൽ ഇത്തരത്തിൽ നഗ്ന ഫോട്ടോകൾ എടുത്ത് പ്രചരിപ്പിക്കുകയും വലിയ തരത്തിലുള്ള കൊടിയ മർദ്ദനങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന നടപടികൾ ഉണ്ടായതെന്നും വ്യക്തമാക്കുന്നു. ഏതായാലും വലിയ രീതിയിൽ നമുക്ക് സാംസ്കാരിക കേരളത്തിന് ഞെട്ടൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇന്നലെ രാത്രിയോടുകൂടി കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഏതായാലും അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും മറ്റും പുറത്തു വരുന്നതും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തിട്ടുള്ളത്. സോമി, ദിൽജിത്ത്, സംശയകരമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ സംശയകരമായ സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് ആക്രമണത്തിന് ഇരയായ
സലാമിന് എന്താണ് പറയാനുള്ളത്? മാധ്യമപ്രവർത്തകരോട് അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സലാം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ അതും അസമയത്ത് എന്ന് പറയുമ്പോൾ അർദ്ധരാത്രിയോ മറ്റും ഒന്നുമല്ല, രാത്രി ഏറെ വൈകാതെ തന്നെ ബസാർ മേനോൻ ബസാർ എന്ന് പറയുന്ന മാർക്കറ്റിന് സമീപത്താണ് അദ്ദേഹം വന്നത്. അതും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാത്രി സമയത്ത് ഈ ഭാഗത്ത് വെച്ച് കാണുന്നത് ദുരൂഹത ഉണർത്തുന്നുവെന്നും മറ്റ് പല ദിവസങ്ങളിലും ഇത്തരത്തിൽ ദുരൂഹമായ സാഹചര്യങ്ങളിൽ വെച്ച് ഇദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നുവെന്നും ആരോപിച്ചാണ് സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മറ്റ് ആൾക്കളെ ഈ മർദ്ദനത്തിൽ പങ്കാളികളായ മറ്റ് ആളുകളെ വിളിച്ചു കൂട്ടിയത്. പ്രത്യേകിച്ച് സലാമിനെ കുറിച്ച് കേട്ടുകേൾവിയില്ലാത്ത ആളുകൾ പോലും ഈ മർദ്ദനത്തിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം നടക്കുന്നത് എന്ന് പോലും ബോധ്യമില്ലാത്ത ആളുകൾ ഈ മർദ്ദനത്തിൽ പങ്കെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം. വന്നവർ പിന്നീട് കാരണമറിയാതെ തന്നെ ഈ മർദ്ദനത്തിൽ പങ്കാളികളായി സലാമിനെ മർദ്ദിക്കുന്നതിലേക്കും പരിക്കേൽപ്പിക്കുന്നതിലേക്കും ഈ നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ ഈ മർദ്ദനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പോലും എന്താണ് ഇവിടെ നടന്ന സംഭവം എന്ന് പോലും വ്യക്തമായ ധാരണ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ തൃശൂർ DCC പ്രസിഡന്റ് TN പ്രതാപൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ TN പ്രതാപൻ, സാംസ്കാരിക കേരളത്തിന് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ഇന്നലെ രാത്രി അരങ്ങേറിയത്. ഒരു മധ്യവയസ്കനെ സംശയകരമായ ഒരു സാഹചര്യത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ വിവസ്ത്രനാക്കി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത് ഒരു കാരണവശാലും ഈ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഏതെങ്കിലും സംശയത്തിന്റെ പേരിൽ ഈ സദാചാര ഗുണ്ടായിസം ആർക്കും അനുമതി നൽകിയിട്ടില്ല. ഇത്തരത്തിൽ ഒരു മധ്യവയസ്കനെ ഒരു വളരെ ക്രൂരമായി പെരുമാറിയ ആളുകളെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം. നമ്മുടെ രാജ്യത്തിന് ഇത് ഇനി അനുവദിക്കാൻ കഴിയുന്ന കാരണം ഇതിനു മുൻപ് ചില ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ സദാചാര ഗുണ്ടായിസം ഉണ്ടായതായി ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യത്തിൽ തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടിയന്തരമായി ഇടപെടണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഈ സദാചാര ഗുണ്ട ആക്രമണം എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഒരു നിസ്സഹായനായ അല്ലെങ്കിൽ മധ്യവയസ്കനായ ഒരു വ്യക്തിയെ, അയാൾ ഒറ്റയ്ക്കായിരിക്കുന്ന സാഹചര്യമാണ്, കൂടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഇത്രയധികം, ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ നമുക്ക് കേട്ടുകേൾവിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ടാവുക. കേരളത്തിൽ ഇത്തരം ഒരു സംഭവം അരങ്ങേറുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അല്ല, ഇത് ചൂണ്ടിക്കാണിച്ച പോലെ പരിഷ്കൃത സമൂഹത്തിന് തന്നെ അപമാനകരമാണ്. കാരണം ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം നഗ്നമായി പടമെടുത്ത് പ്രചരിപ്പിക്കാം. എന്ത് രീതിയിലും ആളുകൾക്ക് എന്ത് തരത്തിലുമുള്ള തോന്നിയാസങ്ങൾ കാണിക്കാം എന്നുള്ളതിന് തെളിവാണ്. ഇത്തരത്തിൽ തോന്നിയാസങ്ങൾ കാണിക്കുന്നതിന് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. രണ്ട് രീതിയിൽ, ഒന്ന് പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇതിനിടയായ സാഹചര്യത്തിന് പുറകിലുള്ള ആളുകളെയും കണ്ടുപിടിക്കുക വേണം. നിർബന്ധമായും പോലീസിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായേ മതിയാകൂ. വളരെയധികം നന്ദി ശ്രീ TN പ്രതാപൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ദിൽജിത്തിലേക്ക് തന്നെ പോകുന്നു. ദിൽജിത്ത്, സംഭവം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? സോമി, കൊടുങ്ങല്ലൂർ പോലീസ് ഇത് സംബന്ധിച്ച ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച പരാതി, പ്രത്യേകിച്ച് ഈ അക്രമത്തിന് ഇരയായ സലാം വളരെ ഗുരുതരമായ പരിക്കുകൾ പറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ സലാമിൻ്റെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിക്കുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് അന്വേഷണം നീങ്ങേണ്ടത്. ഈ സംഭവം പുറത്തു വരുന്നത് അല്പസമയം മുമ്പ്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ്, തലേ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഘടിതമായ ആക്രമണം ഉണ്ടായതും സലാമിനെ ഗുരുതരമായ പരിക്കുകളോട് കൂടി താലൂക്ക് ആശുപത്രിയിൽ, കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സലാമിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ സലാമിൻ്റെ മൊഴി രേഖപ്പെടുത്തി തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് കൊടുങ്ങല്ലൂർ പോലീസ് കടക്കുന്നതോടെ, അതിലും കൊടുങ്ങല്ലൂർ പോലീസ് ഇക്കാര്യത്തിൽ
ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു സംഘടിതമായ ആക്രമണം, അതും യാതൊരുതര പ്രകോപനങ്ങളുമില്ലാതെ കേവലം സദാചാര കാര്യങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ ആക്രമണത്തിൽ ദേഹമാസകലം വലിയ പരിക്ക് പറ്റിയിരിക്കുന്നു. പല്ലുകൾ ഉൾപ്പെടെ അടിച്ച് കൊഴിക്കുന്ന തരത്തിലുള്ള വലിയ മർദ്ദനം ഉണ്ടായിരിക്കുന്നു. ആ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സോമി, സാംസ്കാരിക കേരളത്തിന് അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് കൊടുങ്ങല്ലൂർ അഴീക്കോട് ഇന്നലെ രാത്രി അരങ്ങേറിയത്. മധ്യവയസ്കന് നേരെ സദാചാര ഗുണ്ടാക്രമണം. മേനോൻ ബസാർ സ്വദേശി സലാമാണ് ആക്രമണത്തിന് ഇരയായത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടുവെന്ന് ആരോപിച്ചാണ് ഇദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത്. ഒരുപക്ഷെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിലും അരങ്ങേറിയിരിക്കുന്നത്. ഇദ്ദേഹത്തെ വിവസ്ത്രനാക്കി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന നിലയാണ് ഉണ്ടായത്. അതിനുശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതീവ ക്രൂരമായ നിലയിലാണ് അദ്ദേഹം മർദ്ദിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. സിജി ദിൽജിത്ത് ആണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു TN പ്രതാപൻ. കേരളത്തിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരശ്ശീല ഉയരും. അവസാനവട്ട ഒരുക്കങ്ങൾ കണ്ണൂരിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ AK ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, പാചകപ്പുരയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി തന്നെ കഴിഞ്ഞു. ഒപ്പം ഇനിയുള്ളത് അവസാനവട്ട ഒരുക്കങ്ങളാണ്. വേദികളുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. സോമി, 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ കണ്ണൂരിലെ വിവിധ വേദികളിലായി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ പോലീസ് മൈതാനത്തെ നിളയ്ക്ക് മുന്നിലാണ്. ഇവിടെയാണ് നാളെ വൈകിട്ട് 4 മണിയോടുകൂടി കലോത്സവത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിയിക്കുക. രാവിലെ 9:30 DPI KV മോഹൻകുമാർ പതാക ഉയർത്തുന്നതോടെ കലോത്സവത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് ഔദ്യോഗികമായി തിരിതെളിയിക്കും. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥായിരിക്കും ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക. 232 ഇനങ്ങളിലായി 1200 പ്രതിഭകളാണ് വരുന്ന ഒരാഴ്ച വിവിധ വേദികളിൽ മാറ്റുരയ്ക്കാനായി കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 2:30 തന്നെ ആദ്യ ടീം കണ്ണൂർ നഗരത്തിൽ എത്തിച്ചേരും. തുടർന്ന് ഇന്നും നാളെയുമായി മുഴുവൻ മത്സരാർത്ഥികളും കണ്ണൂരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. 20 വേദികളിലായി നദികളുടെ പേരിലാണ്, കേരളത്തിലെ പ്രധാന നദികളുടെ പേരിലാണ് 20 വേദികളും സജ്ജീകരിച്ചിരിക്കുന്നത്. 20 വേദികളിലായി 232 മത്സര ഇനങ്ങളിൽ 1200 പ്രതിഭകളാണ് മാറ്റുരയ്ക്കുക. 177 ഇനങ്ങൾ വ്യക്തിഗത മത്സരങ്ങളും 55 ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. 17 മുതൽ 22 വരെ സ്റ്റേഡിയം കോർണറിലെ മയ്യഴിയിൽ നടക്കുന്ന സാംസ്കാരികോത്സവം 17 വൈകിട്ട് പ്രശസ്ത സാഹിത്യകാരൻ T പത്മനാഭനാണ് ഉദ്ഘാടനം ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജവഹർ സ്റ്റേഡിയത്തിലാണ് ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത്. 15,000-ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സജ്ജീകരണം ഇവിടെ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പാലുകാച്ചൽ ഇന്ന് രാവിലെ നടന്നു കഴിഞ്ഞു. പഴയടം മോഹനൻ നമ്പൂതിരിയായിരിക്കും ഇത്തവണയും മുൻ വർഷങ്ങളിൽ നിന്നും പോലെ കലോത്സവത്തിലെത്തുന്ന പ്രതിഭകൾക്കും വിധികർത്താക്കൾക്കും അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുക. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും നാളെ രാവിലെ 9:30 ഔദ്യോഗികമായി കലാമത്സരത്തിന് തിരശ്ശീല പതാക ഉയരുക. അത് മോഹൻകുമാറാണ് നിർവഹിക്കുക. വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടനത്തിന് മുന്നോടിയായി ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2:30 ഘോഷയാത്ര പ്രധാന വേദിയായ ഈ നിളയിലേക്ക് നടക്കും. കണ്ണൂരിൻ്റെ തനതു കലാരൂപങ്ങളും അതേപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങളും ഈ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായ ശേഷം ആദ്യമായി നടക്കുന്ന കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. സോമി, AK ലതീഷാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുമ്പോൾ കലകളുടെ ഈറ്റിലമായ തൃശൂർ ചെറുതുരുത്തിയിലും തയ്യാറെടുപ്പുകൾ തകൃതിയാണ്. ഓട്ടൻതുള്ളൽ അധ്യാപകനായ കലാമണ്ഡലം ഗീതാനന്ദൻ വീണ്ടും പരിശീലകനായി എത്തുമ്പോൾ അണിയറയിൽ മത്സരാർത്ഥികളും ആവേശത്തിലാണ്. 4 പതിറ്റാണ്ടത്തെ അധ്യാപന പാരമ്പര്യമുള്ള ഗീതാനന്ദൻ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവ പരിശീലനത്തിൽ സജീവമാകുന്നത്. കലോത്സവ വേദികളിൽ 39 വർഷം ശിഷ്യന്മാരെ എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച കലാകാരനാണ് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായ ഗീതാനന്ദൻ.
15-ാം വയസ്സിൽ തന്നേക്കാൾ മുതിർന്നവരെ ഓട്ടംതുള്ളൽ അഭ്യസിപ്പിച്ച വേദിയിലെത്തിച്ച ഗീതാനന്ദന്റെ 80-ലധികം ശിഷ്യന്മാരാണ് കലോത്സവ വേദികളിൽ ഇതുവരെ മാറ്റുരച്ചത്. ഹാസ്യകലയായി മാത്രം വേദിയിലെത്തിയിരുന്ന ഓട്ടംതുള്ളലിൽ വ്യത്യസ്തത പരീക്ഷിക്കാനുള്ള ഗീതാനന്ദന്റെ ശ്രമങ്ങൾക്ക് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. മരിച്ചു കുമാരകൻ എന്നാണ് തുടക്കം തന്നെ. ഇത് കേൾക്കുമ്പോൾ തുള്ളലാന്ന് പോലും തോന്നില്ലല്ലോ. ഈ പദത്തിലാണ് തുടങ്ങണത്. അന്ന് പാലക്കാട് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ദിവ്യ ആർ നായർ പറഞ്ഞ കുട്ടി ഈ ആദ്യമായിട്ട് എൻ്റെ പരീക്ഷണം ദുഃഖത്തിൽ പ്രാധാന്യമുള്ള സാധനം അവതരിപ്പിച്ചു. ഇപ്പൊ എല്ലാവരും സാധാരണ പോലെ അവതരിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ എല്ലാവരും ഹാസ്യം വിട്ട് ദുഃഖത്തിലേക്ക് വന്നു തുടങ്ങി. 3 വർഷക്കാലം പരിശീലനത്തിൽ നിന്ന് മാറി ആസ്വാദകനായി വേദികളിലെത്തിയ ശേഷമാണ് ഗീതാനന്ദൻ വീണ്ടും സജീവമാകുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് വീണ്ടും അണിയറയിൽ സജീവമാകുമ്പോൾ തുള്ളലഭ്യസിക്കാൻ എത്തുന്നവർ കലയെ ജീവനായി കാണുന്നവരാണെന്നത് ഈ ഗുരുനാഥന്റെ മനസ്സ് നിറയ്ക്കുന്നു. ആദ്യമായി അണിയറയിൽ പ്രവർത്തിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാണ് മത്സരാർത്ഥികളുടെ പരിശീലനം. ഗീതാനന്ദന്റെ 3 ശിഷ്യരാണ് ഇക്കുറി ഓട്ടംതുള്ളലിൽ അരങ്ങിലെത്തുന്നത്. 4 പതിറ്റാണ്ട് കാലത്തെ പരിശീലന പരമ്പരയുമായി കലാമണ്ഡല ഗീതാനന്ദൻ വീണ്ടും കലോത്സവ വേദികളിൽ സജീവമാവുകയാണ്. ക്യാമറമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. കലാപ്രകടനങ്ങൾ ആവർത്തിക്കുമ്പോൾ മിമിക്രിയെ മാത്രം ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് കലാഭവൻ KS പ്രസാദ്. മറ്റ് കലാരൂപങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും പുതുമ കണ്ടെത്തുന്നത് മിമിക്രിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കലോത്സവ ഓർമ്മകൾ പ്രസാദ് പീപ്പിൾ ടിവിയോട് പങ്കുവച്ചു. ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയൊന്നും അന്നുണ്ടായിരുന്നില്ലെങ്കിലും 1975 മുതൽ ലഭിച്ചു തുടങ്ങിയ കലോത്സവ വേദികളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ KS പ്രസാദിന് നിറമുള്ള ഓർമ്മകളാണ്. പിന്നീട് കലാഭവനിലൂടെയുള്ള വളർച്ചയും. അന്ന് മിമിക്രി ഇല്ല. മോണോ ആക്ടിൽ പങ്കെടുത്തിട്ട് സമ്മാനം ലഭിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറയിൽ വെച്ച്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്സവത്തിൽ എറണാകുളത്ത് വെച്ച് രാജേന്ദ്ര മൈതാനം അവിടെ വെച്ചിട്ടാണ് മിമിക്രിയിൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. മിമിക്രി ആവർത്തനമാകുന്നുവെന്ന ആക്ഷേപങ്ങൾക്ക് അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയുണ്ട്. അപ്പോൾ പിന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും ഓട്ടംതുള്ളലും കഥാപ്രസംഗവും ഒപ്പനയും അതുപോലെ നാടകവും പിന്നെ വേറെ ഏത് കലാരൂപങ്ങളാണ് ഇവിടെ വരുന്നത്? മാപ്പിളപ്പാട്ട്, ഏത് കലാരൂപങ്ങളാണ് ആവർത്തനം അല്ലാതെ ഉള്ളത്? അവർക്കൊക്കെ ആവർത്തിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ മാത്രം ആവർത്തിക്കാൻ പാടില്ല എന്നുണ്ടോ? നമ്മളാണ് ഓരോ വർഷവും ഓരോരോ പുതിയ ഐറ്റം കണ്ടെത്തുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അനുമതി തേടി കോടതി കയറുന്നവർ വർദ്ധിക്കുകയാണ്. ഇത് ആശാസ്യമല്ലെന്നും മത്സരങ്ങൾ ആരോഗ്യകരമായിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കലോത്സവത്തോടെ അവസാനിക്കരുത് പ്രതിഭകളുടെ കലാപ്രകടനം. ജീവിതകാലം മുഴുവൻ കല കാത്തുസൂക്ഷിക്കണം എന്നാണ് KS പ്രസാദിന്റെ നിർദ്ദേശം. അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടു പോകണമെന്ന BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ BJP നേതാവായ CK പത്മനാഭൻ പരസ്യമായി എതിർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരെ BJP നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ AN രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു AN രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ AN രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി BJP മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ CK പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ CK പത്മനാഭനെതിരെ BJP നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് AN രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.